Hi friends, welcome to Competitive Cracker. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സിലബസ് നോക്കി മികച്ച രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നാണല്ലോ തസ്തികയുടെ പേരെന്ന് പറയുന്നത്. അതിൽ നിങ്ങളുടെ സിലബസിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. പക്ഷേ ഓരോ ജനറേഷനും അകത്തും വരുന്ന ടെക്നിക്കലി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഓരോ തലമുറയും എന്താണ്, ഏത് കാലഘട്ടം മുതൽ ഏത് കാലം വരെ ആയിരുന്നു അത് നിലനിന്നിരുന്നത്, അതിനകത്ത് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ എന്തായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ തലമുറ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 generations. നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ തലമുറകളെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 5 generations ആണ് കമ്പ്യൂട്ടറിന് ഉള്ളത് കേട്ടോ. Then each generation shows ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഓരോ തലമുറയും മാറി മാറി വന്നപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ആ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും ഓരോ കാലഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളതിനേക്കാളും മികച്ച രീതിയിലുള്ള ടെക്നോളജി ആയിരിക്കും പിന്നീട് അല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്ന ആ സെയിം ഒരു പ്രോഡക്റ്റിന്റെ മറ്റ് വെർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഉദാഹരണത്തിന് മാരുതിയുടെ ആദ്യ കാലഘട്ടത്തിലുള്ള മാരുതി 800 എന്ന് പറയുന്ന ആ കാർ പോലെ അല്ല ഇന്ന് നിലവിലുള്ള മാരുതി കമ്പനിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത്. ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ തലമുറകളുടെയും കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ജനറേഷൻസിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും സംഭവിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. പണ്ട് എന്താ പറയുന്നത്, നമുക്ക് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് റിയലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടെക്നോളജി വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളുടെ പോലുള്ള ടെക്നോളജിയുടെ അതിപ്രസരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ഓരോ ജനറേഷനും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം. ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു കഷ്ണം പേപ്പറോ ഒരു നോട്ട്ബുക്കോ എടുത്ത് ജസ്റ്റ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക കേട്ടോ. ഇതെല്ലാം PSCയുടെ വളരെയധികം ഇഷ്ട ചോദ്യങ്ങളാണ്, മാത്രമല്ല റാങ്ക് മേക്കിംഗ് ഫാക്റ്റുകളാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, ആ ഒന്നാം തലമുറയിലുള്ള കമ്പ്യൂട്ടർ 1940 മുതൽ 1956 വരെ നിലവിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളാണ് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് മനസ്സിലാക്കാം 1940 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും. നിങ്ങൾ മറ്റ് PSC പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ. അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ത് ചെയ്തത്, ഡെവലപ്പായി വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിഷ്യലി ഇത്തരത്തിലുള്ള ടെക്നോളജീസ് എല്ലാം മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരുന്നത് കേട്ടോ. അതായത് പട്ടാള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നുകൂടി എന്താ പറയേണ്ടത്, ഒരു ശക്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ടെക്നോളജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 1940 മുതൽ 1956 വരെ നിലവിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളാണ് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളാണ് കേട്ടോ. വാക്യൂം ട്യൂബുകൾ ഇത് PSCയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ പറയുക വാക്യൂം ട്യൂബ് കേട്ടോ. വാക്യൂം ട്യൂബ്, പലരും ഈ വാക്യൂമിന്റെ സ്പെല്ലിങ് VACCUM എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് തെറ്റാണ്. ശരിക്കുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് VACUUM, വാക്യൂം ട്യൂബ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. ഒരുപക്ഷെ ഓപ്ഷനിൽ ഈ ഒരു വാക്വം ട്യൂബും ഉണ്ടാവും. നമ്മളെ തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് PSC ഒരു ചെറിയൊരു ട്രിക്ക് പ്രയോഗിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് വിട്ടുകൊടുക്കരുത്. വാക്യൂം ട്യൂബാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇതാണ് ശരിയെന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളാണ്. വാക്യൂം ട്യൂബുകൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാക്യൂം ട്യൂബ് ഫിസിക്കലി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ദെൻ ഇനി ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. വളരെ വലിയ സൈസിലുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. വലിയ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാളിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഒരു മോണിറ്റർ, കീബോർഡ്, CPU, മൗസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിനെ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ ആയിരുന്നില്ല കേട്ടോ. കുറേ ഡിവൈസസും കുറേ റാക്കുകൾ, പിന്നെ കുറേ മെഷീൻസ്, ബഞ്ച് ഓഫ് വയേഴ്സ്, ഇതെല്ലാം കൂട്ടിക്കെട്ടി കണക്ട് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആണോ എന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു ഡിവൈസ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് വലിയ ഒരു റൂമിന്റെ അത്രയും വലിപ്പമുള്ള ഒരുപാട് മെഷീൻസ് ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ച ബഞ്ച് ഓഫ് വയേഴ്സ് തലങ്ങും വിലങ്ങും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഒക്യുപ്പൈഡ് എൻ്റെ റൂംസ്, ഒരു വലിയ മുറിക്കുള്ളിൽ മൊത്തം എക്സിസ്റ്റ് ചെയ്തിരുന്ന കമ്പ്യൂട്ടറാണ് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇന്ന് നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ ടാസ്കുകളൊന്നും ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കേട്ടോ. ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ മാത്രമായിരുന്നു നമുക്ക് അത് വെച്ച് ചെയ്യാൻ സാധിച്ചിരുന്നത്. അതല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലുള്ള ഗ്രാഫിക് ഡിസൈനിങ്, ഡാറ്റ മൈനിങ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് അറിയുക കേട്ടോ. ദെൻ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്ലോ ആയിരുന്നു കേട്ടോ. വളരെ പതുക്കെ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുവാനായിട്ട് ഒരു ലോങ് ടൈം, വലിയ സമയം തന്നെ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന് ആവശ്യമായിരുന്നു. അതിനുശേഷം മാത്രമേ അതൊരു ഔട്ട്പുട്ട് നമുക്ക് തരുമായിരുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഓർക്കുക, നമുക്ക് ഇൻപുട്ട് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണുവാനോ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് സ്ക്രീനോ മോണിറ്ററോ ഒന്നും തന്നെ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഇല്ലായിരുന്നു. ദെൻ ഇനി ഇതിനകത്ത് മെമ്മറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയുക, മാഗ്നറ്റിക് ഡ്രമ്മുകളാണ് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ മെമ്മറി ആയിട്ട് എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം തലമുറയിൽപ്പെട്ട ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയുക, മാഗ്നറ്റിക് ഡ്രംസ്. ഓക്കെ. ദെൻ ഇനി ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് എന്താണ് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ച്ഡ് കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ പഞ്ച്ഡ് കാർഡുകളായിരുന്നു. പഞ്ച്ഡ് കാർഡ്, പേപ്പർ ടേപ്പ് പോലുള്ള കാര്യങ്ങളായിരുന്നു ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പഞ്ച്ഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി നോക്കിയാൽ ഒരു കാർഡ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നെറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ അടുത്തായിട്ട് കുറേ കാർഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഈ എന്താ പറയേണ്ടത്, ഈ ചീട്ടിൻ്റെയൊക്കെ അത്രയും സൈസുള്ള കാർഡുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഈ കാർഡിൽ ഓരോ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ടുള്ള ഹോൾഡ് പാറ്റേൺസ് ഉണ്ടാവും. ഈ ഓരോ കാർഡും ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുവാനുള്ള പാറ്റേൺസ് ഈ കാർഡിൽ ഹോളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻപുട്ട് ടെക്നോളജി അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക, പഞ്ച്ഡ് കാർഡ്സും അതുപോലെ തന്നെ പേപ്പർ ടേപ്പും എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു കേട്ടോ. പേപ്പർ ടേപ്പും ഉപയോഗിച്ചിരുന്നു. കൂടുതൽ പ്രസിദ്ധീകരണങ്ങളും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഇൻപുട്ട് ടെക്നോളജി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പഞ്ച്ഡ് കാർഡ് സിസ്റ്റം തന്നെയായിരുന്നു കേട്ടോ. കൂടുതൽ പ്രസിദ്ധീകരണങ്ങളിലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പേപ്പർ ടേപ്പും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പേപ്പർ ടേപ്പിനെ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയുക. അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിന്റഡ് ഓൺ പേപ്പർ,
പേപ്പറിലും പ്രിന്റ് എടുക്കുവാൻ സാധിക്കുമായിരുന്നു. ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ നമ്മൾ ലൈൻ പ്രിന്റേഴ്സ് യൂസ് ചെയ്തിരുന്നു കേട്ടോ, ലൈൻ പ്രിന്റേഴ്സ് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ലൈൻ പ്രിന്റേഴ്സ് വഴി പേപ്പറിലും ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രധാനമായിട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിരുന്നത് എന്ത് തന്നെയാണ്, പഞ്ച്ഡ് കാർഡ് തന്നെയാണ് കേട്ടോ, പഞ്ച്ഡ് കാർഡ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ട് പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് പേപ്പേഴ്സും ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു, ലൈൻ പ്രിന്ററുകൾ ഉപയോഗിച്ച് യൂസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പേപ്പറിലും അത്യാവശ്യം കാര്യങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് അച്ചടിച്ച് ലൈൻ പ്രിന്റർ വഴി എടുക്കുമായിരുന്നു എന്നുള്ളതും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ നിലവിലുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1940 മുതൽ 1956 വരെ ആയിരുന്നു. ഇതിലുപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളായിരുന്നു. ഇൻപുട്ടിനായി ഉപയോഗിച്ചിരുന്നത് പഞ്ച്ഡ് കാർഡും പേപ്പർ ടേപ്പുമായിരുന്നു. ഔട്ട്പുട്ടിനായിട്ടും പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ പേപ്പേഴ്സും എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്, മാഗ്നറ്റിക് ഡ്രമ്മുകളായിരുന്നു എന്നുള്ള കാര്യവും അറിയുക കേട്ടോ. ഈ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയുക ENIAC, യൂണിവാക്ക്. ENIACും യൂണിവാക്കും. അതിൽ ENIACിന്റെ ഫുൾ ഫോം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ENIACിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ENIACിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇത് യുഎസിന്റെ അമേരിക്കയുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് ENIAC ആദ്യ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അതുപോലെ യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ കേട്ടോ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളതായിരുന്നു യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. യൂണിവാക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഗ്രാംസിനെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ ആയിരുന്നു യൂണിവാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡാറ്റകളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആദ്യത്തെ കമ്പ്യൂട്ടർ ആയിരുന്നു യൂണിവാക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ENIAC ഡെവലപ്പ് ചെയ്തത് ആരൊക്കെ ചേർന്നാണ് എന്ന് ചോദിച്ചാൽ പറയുക ആരൊക്കെയാ, ജോൺ മോഷ്ലിയും അതേപോലെ തന്നെ പ്രസ്പർ എക്കാർട്ടും കേട്ടോ. ജോൺ മോഷ്ലിയും പ്രസ്പർ എക്കാർട്ടും ചേർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കമ്പ്യൂട്ടർ ആണ് എന്തെന്ന് പറയുന്നത് ENIAC എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഫാക്റ്റുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്ന് അതിന്റെ സൈസ് ആണ് കേട്ടോ. അതിന്റെ സൈസ് വളരെ വലിയ സൈസാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണ്, ഒരുപാട് ഇലക്ട്രിസിറ്റി വലിക്കുമെങ്കിൽ മാത്രമേ ഈ ഇതിനകത്തുള്ള മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഫെയിലേഴ്സ്, വളരെ പെട്ടെന്ന് തന്നെ ഫെയിലേഴ്സ് ഒക്കെ വരാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ചൂട് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ദെൻ നമുക്ക് സെക്കൻഡ് ജനറേഷനിലേക്ക് പോവാം. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1956 മുതൽ 1963 വരെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. 1956 മുതൽ 1963 വരെ നിലവിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്താണെന്ന് പരിശോധിച്ചാൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ്ഡ് വാക്യൂം ട്യൂബ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാം തലമുറയിൽ വാക്യൂം ട്യൂബാണ് ടെക്നോളജി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വാക്യൂം ട്യൂബിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് ട്രാൻസിസ്റ്റേഴ്സിനെയാണ് രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക, മനസ്സിൽ അടിച്ചുറപ്പിച്ച് തന്നെ പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ ജനറേഷനിലും ഓരോ സാങ്കേതിക വിദ്യയാണ് അല്ലെങ്കിൽ ഓരോ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വൃത്തിയായിട്ട് പഠിക്കുക. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആവർത്തിച്ച് വായിച്ച് മനസ്സിരുത്തി പഠിക്കുക.
അപ്പോൾ രണ്ടാം തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇതിനകത്ത് മെമ്മറിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോർസ് ആണ് കേട്ടോ. രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ മെമ്മറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് കോറുകളാണ്. നമ്മൾ നേരത്തെ ഒന്നാം തലമുറ ഫസ്റ്റ് ജനറേഷനിൽ പഠിച്ചു മെമ്മറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡ്രമ്മുകൾ. എന്നാൽ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് മാഗ്നറ്റിക് കോറുകളാണ് ഇവിടെ മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ടേപ്പുകളും മാഗ്നറ്റിക് ഡിസ്കുകളും ഒക്കെയാണ് കേട്ടോ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് ടേപ്പുകളും മാഗ്നറ്റിക് ഡിസ്കുകളുമായിരുന്നു എന്നുള്ള കാര്യം അറിയുക. അതുപോലെ ഇവിടെ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഇൻപുട്ടിനായിട്ടും പഞ്ച്ഡ് കാർഡ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. ചുരുക്കം ചില കമ്പ്യൂട്ടേഴ്സിൽ മാത്രം അന്നത്തെ ഒരു കീബോർഡ് ഉപയോഗിച്ചിരുന്നു. പ്രധാനമായിട്ടും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലും ഉപയോഗിച്ചിരുന്ന ഇൻപുട്ട് ടെക്നോളജി അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് യൂസ് ചെയ്തിരുന്നത് എന്ത് തന്നെയാണ്? പഞ്ച്ഡ് കാർഡ് സിസ്റ്റം തന്നെയാണ്, അല്ലെങ്കിൽ പഞ്ച്ഡ് കാർഡ് തന്നെയാണ് ഇൻപുട്ടിനായിട്ടും പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നത് ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലും ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിന്റഡ് റിപ്പോർട്ട്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പുകളും മാഗ്നറ്റിക് ടേപ്പുകളും പഞ്ച്ഡ് കാർഡും ഒക്കെ തന്നെ ആയിരുന്നു ഔട്ട്പുട്ടായിട്ടും രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഈ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരുന്നു, മികച്ച പെർഫോമൻസ് ആയിരുന്നു രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒന്നാം തലമുറയിൽ നിന്നും കമ്പ്യൂട്ടർ രണ്ടാം തലമുറയിലേക്ക് വന്നപ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിന്റെ സൈസ് കുറച്ചും കൂടി ചെറുതായി കേട്ടോ. അപ്പോൾ ഓരോ ജനറേഷൻ മാറി വന്നപ്പോഴും കമ്പ്യൂട്ടറിന്റെ സൈസ് ചെറുതായി വന്നു. അതിന്റെ കാരണങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും കേട്ടോ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടെക്നോളജി എന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം തന്നെയാണ്. ഔട്ട്പുട്ട് ടെക്നോളജി എന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡും അതേപോലെ തന്നെ പ്രിന്റഡ് റിപ്പോർട്ടുകളും പിന്നെ എന്താണ് മാഗ്നറ്റിക് ടേപ്പുകളും ഒക്കെയാണ് എന്ത് ചെയ്തിരുന്നത് രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നത് യൂസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഈ ടെക്നോളജി വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. മെമ്മറിക്കായിട്ട് മാഗ്നറ്റിക് കോറുകൾ ഉപയോഗിച്ചു, സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് മാഗ്നറ്റിക് ടേപ്പുകളും മാഗ്നറ്റിക് ഡിസ്കുകളും ഉപയോഗിച്ചു, ഇൻപുട്ട് കൊടുക്കുവാനായിട്ട് പഞ്ച്ഡ് കാർഡ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്, ഔട്ട്പുട്ടിനായിട്ടും പഞ്ച്ഡ് കാർഡും പ്രിന്റഡ് റിപ്പോർട്ട്സ് ആൻഡ് സ്ക്രീൻസ് പിന്നെ മാഗ്നറ്റിക് ടേപ്പുകൾ ഇവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ മറ്റ് ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ. ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷന്റെ സൈസ് എന്തായിരുന്നു? കമ്പ്യൂട്ടറിന്റെ സൈസ് ചെറുതായിരുന്നു. ഫാസ്റ്റർ പ്രോസസ്സിംഗ് സ്പീഡ്. നമ്മൾ നേരത്തെ പഠിച്ചു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്പീഡ് കുറവായിരുന്നു, വളരെയധികം സ്ലോ ആയിരുന്നു എന്ന് പഠിച്ചു. എന്നാൽ ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് വളരെയധികം വേഗതയേറിയതായിരുന്നു. അതാണ് പറയുന്നത് ഫാസ്റ്റർ പ്രോസസ്സിംഗ് സ്പീഡ്. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്താണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ലെസ് ഹീറ്റ് പ്രൊഡക്ഷൻ. ചൂട് വളരെ കുറച്ചേ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നുള്ളൂ കേട്ടോ. ഈ കമ്പ്യൂട്ടർ കുറേ സമയം നമ്മളിങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് എന്താണ് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ രണ്ടാം തലമുറയിൽ വന്നപ്പോഴത്തേക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് എന്ത് ചെയ്തു? വളരെയധികം കുറഞ്ഞു. അതാണ് ലെസ് ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മോർ റിലയബിൾ ആൻഡ് ഡ്യൂറബിൾ കേട്ടോ. കുറച്ചും കൂടി വളരെ കൃത്യതയായിട്ടുള്ള റിസൾട്ടുകൾ തരുവാൻ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ്ഡ് അസംബ്ലി ലാംഗ്വേജ് ഫോർ പ്രോഗ്രാമിങ്ങിനായി ഇവിടെ അസംബ്ലി ലാംഗ്വേജ് ആണ് എന്ത് ചെയ്തിരുന്നത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പ്രോഗ്രാമിങ്ങിനായി അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക നെമോണിക് കോഡുകളായിട്ട് പ്രോഗ്രാം എഴുതുന്ന രീതിയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പറായിട്ട് പഠിക്കുക.
നെമോണിക് കോഡുകളായിട്ട് പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയാം കേട്ടോ. ഈ നെമോണിക് കോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് അഡീഷനെ ആഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, സബ്ട്രാക്ഷനെ സബ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡിവിഷനെ ഡിവ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷനെ മൾ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോഡിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, നെമോണിക് കോഡുകളായി കേട്ടോ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നെമോണിക് കോഡുകളാണ് പ്രോഗ്രാമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഇത്തരത്തിലുള്ള കോഡുകളാണ് രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ പ്രോഗ്രാം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സ്റ്റാർട്ടഡ് യൂസിങ് ബാച്ച് പ്രോസസ്സിംഗ് ആൻഡ് മൾട്ടി പ്രോഗ്രാമിംഗ്, ഈ രണ്ട് ടേം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സ്റ്റാർട്ടഡ് യൂസിങ് ബാച്ച് പ്രോസസ്സിംഗ് ആൻഡ് മൾട്ടി പ്രോഗ്രാമിംഗ്. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ടാസ്കുകളെ ഒരുമിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്യുവാനുള്ള കഴിവിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ബാച്ചായിട്ട് എടുത്ത് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഒരു 10 ടാസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു 10 ജോലികളുണ്ടെങ്കിൽ ആ 10 ജോലിയെയും ഒരുമിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ രണ്ടാം തലമുറയിൽ വന്നപ്പോഴത്തേക്ക് ബാച്ച് പ്രോസസ്സിങ്ങിനുള്ള കഴിവ് കൂടി എന്ത് ചെയ്തിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൾട്ടി പ്രോഗ്രാമിംഗ്, അറ്റ് എ ടൈം ഒന്നിലധികം പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യുവാനായിട്ടും എന്ത് ചെയ്യുമായിരുന്നു, സാധിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് യൂസിങ് ബാച്ച് പ്രോസസ്സിംഗ് ആൻഡ് മൾട്ടി പ്രോഗ്രാമിംഗ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ രണ്ടാം തലമുറ ആയപ്പോഴാണ് ബാച്ച് പ്രോസസ്സിങ്ങും മൾട്ടി പ്രോഗ്രാമിങ്ങും ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, പറയുക കേട്ടോ. നമുക്കറിയാമല്ലോ PSCയുടെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 1 വേർഡ് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ചോദിക്കാം, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആൻസർ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്ന ഫാക്റ്റുകളെല്ലാം വൃത്തിയായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. സോ നല്ല എന്താ പറയേണ്ടത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമുള്ള പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലോ പേപ്പറിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ചും കൂടി എടുക്കുക കേട്ടോ. അപ്പം ഈ ഓരോ പോയിന്റുകളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ IBM 1401, IBM 7090 കേട്ടോ. IBM എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ കേട്ടോ. IBMന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് IBMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകളുടെ ഉദാഹരണം IBM 1401ഉം IBM 7090ഉമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. എനിക്ക് പറയേണ്ടത് നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ ഓഗസ്റ്റ് 11 രാത്രി 9 മണിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണ്, ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ സഹകരണ ബാങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാറാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ സിലബസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. ഇവിടെ MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ് ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റയറായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വെബിനാർ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക 8921440580. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു എക്സാമുമായിട്ട് ഉണ്ടായിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഓഗസ്റ്റ് 11 രാത്രി 9 മണിക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെ പഠിക്കണം, എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം, ഏതെല്ലാം രീതിയിൽ പഠിക്കണം, സിലബസിൽ ഏതെല്ലാം പാർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. 1-2 പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് ഏകദേശം അറിയാം ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വറീസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിലൂടെ ചോദിച്ച് അറിയാവുന്നതാണ്. സോ എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് വെബിനാറുമായിട്ട് തിങ്കളാഴ്ച എന്തായാലും കാണാം. സോ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ 1964 മുതൽ 1971 വരെയാണ് ഇത് നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാലം, ഒരു 7 വർഷക്കാലം മാത്രം നിലനിന്നിരുന്ന കമ്പ്യൂട്ടറാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ
ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ തേർഡ് ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ തേർഡ് ജനറേഷനിൽ കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിൽ ആയി മാറിയത്. കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചറിലേക്ക് കമ്പ്യൂട്ടർ മാറിയത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. അതായത് മോണിറ്റർ, കീബോർഡ്, പിന്നെ CPU, മൗസ്, ഇത്തരത്തിൽ ഈ ഒരു രീതിയിലായി മാറിയത് ഈ തേർഡ് ജനറേഷന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ തേർഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ICs ആണ് കേട്ടോ. അതായത് സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററിനെ മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ICs ആണ് എന്നുള്ള കാര്യം അറിയുക. ദെൻ an IC contains multiple transistors on a single silicon chip. അപ്പോൾ ഒരു ICക്കകത്ത് എന്താണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനകത്ത് ഒന്നിലധികം ട്രാൻസിസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു IC ചിപ്പിനകത്ത്, ഒരു IC ചിപ്പ് അല്ലെങ്കിൽ ഒരു IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനകത്താണ് ഈ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ത് ചെയ്തു? ഒരുപാട് ചെറുതായി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഒരുപാട് വലിയ വലിയ മെഷീൻസ് അസംബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുമായിരുന്ന കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ചിപ്പിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ത് ചെയ്തത്? കുറഞ്ഞത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സൈസ് ചെറുതായത് എന്നുള്ള കാര്യവും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. An IC contains multiple transistors on a single silicon chip. ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡിസ്കുകളും മാഗ്നറ്റിക് ടേപ്പുകളുമായിരുന്നു കേട്ടോ. അപ്പോൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡിസ്കുകളും മാഗ്നറ്റിക് ടേപ്പുകളുമാണ് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഇൻപുട്ടായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ത് തന്നെയാണ്? കീബോർഡാണ് കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ഉണ്ടല്ലോ, കീബോർഡ് തന്നെയാണ് ഇൻപുട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടറിന്റെ സൈസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് എന്ത് ചെയ്തത്? മാറിയത് കേട്ടോ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്താണ്? IC കേട്ടോ. ഈ ICയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് കമ്പ്യൂട്ടറിന്റെ സൈസ് എന്ത് ചെയ്തത്? ചെറുതായത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അപ്പോൾ ഇൻപുട്ടിനായിട്ട് കീബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഔട്ട്പുട്ടിനായിട്ട് എന്താണ്? മോണിറ്റർ ഉപയോഗിച്ച് തുടങ്ങി. ഔട്ട്പുട്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റും. ആ ഇൻഫർമേഷൻ കാണുവാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? മോണിറ്റർ ആണ് കേട്ടോ. മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് ഷോർട്ട് ഫോമിലും പറയാം കേട്ടോ. VDU എന്ന് ഷോർട്ട് ഫോമിലും പറയാം കേട്ടോ. മോണിറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അല്ലെങ്കിൽ VDU. നമ്മളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. CRT യൂസ് ചെയ്യുന്നുണ്ട്, LCD. CRT ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല. LCD, LED, TFT അല്ലേ, അങ്ങനെ ഒരുപാട് OLED, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മോണിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്മോളർ ഇൻ സൈസ് ആൻഡ് മോർ കോമ്പാക്ട് കേട്ടോ. സൈസ് വളരെയധികം ചെറുതാണ്, കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് സ്പേസ് മതിയാവും. മാത്രമല്ല ഹാൻഡിൽ ചെയ്യാനും വളരെയധികം സൗകര്യമാണ് കേട്ടോ. ഹാൻഡിൽ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ വളരെ സൗകര്യമുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു തേർഡ് ജനറേഷൻ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദെൻ ഇൻക്രീസ്ഡ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി കേട്ടോ. വേഗതയും അതുപോലെ തന്നെ കാര്യക്ഷമതയും വളരെയധികം കൂടിയ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, കമ്പയറിംഗ് വിത്ത് എന്താണ് പ്രീവിയസ് ജനറേഷൻ. ദെൻ ലോവർ പവർ കൺസപ്ഷൻ, വളരെ കുറച്ച് പവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എടുക്കുമായിരുന്നുള്ളൂ കേട്ടോ. ഈ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുവാനായിട്ട് വളരെ കുറച്ച് പവർ മതിയാവുമായിരുന്നു. ദെൻ മോർ റിലയബിൾ വിത്ത് ഫ്യൂവർ ഹാർഡ്വെയർ ഫെയിലേഴ്സ്. ഹാർഡ്വെയർ ഫെയിലേഴ്സ് വളരെയധികം എന്തായിരുന്നു? കുറവായിരുന്നു കേട്ടോ. എപ്പോഴും വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉണ്ടാകുമായിരുന്നില്ല. Then supported high level programming languages like COBOL, Fortran, etc. കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള COBOL, Fortran ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് കോഡുകളെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളെ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയാം.
കൊബോള്, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് കേട്ടോ. കൊബോളിന്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഫോർട്രാന്റെ ഫുൾ ഫോം ഫോർ ട്രാൻസ്ലേഷൻ. വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. ഇൻട്രൊഡക്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഫോർ മൾട്ടി ടാസ്കിംഗ്. ഒന്നിലധികം ടാസ്കുകൾ ചെയ്യുവാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് കമ്പ്യൂട്ടർ ജനറേഷൻ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ പറയുക തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ കാലഘട്ടത്തിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? IBM സിസ്റ്റം വാർ 360 സീരീസ്, മോസ്റ്റ് ഫേമസ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. IBM 370 സീരീസ്, ഹണിവെൽ 6000 സീരീസ്. ഇതെല്ലാമായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. PDP-8 ഫസ്റ്റ് സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ മിനി കമ്പ്യൂട്ടർ. ഇത് പഠിക്കുക കേട്ടോ. PDP-8 എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരുന്നു. ഇത് ആദ്യത്തെ കൊമേഴ്ഷ്യൽ മിനി കമ്പ്യൂട്ടർ ആയിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ 1971 മുതൽ നിലവിലും എന്ത് ചെയ്യുന്നു? തുടരുന്നു. 1971 ടു പ്രസന്റ്. നിലവിൽ നമ്മൾ സാധാരണക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ജനറേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക 4G. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ഡെസ്ക്ടോപ്പും ഇതെല്ലാം എന്താണ്? 4G ആണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് കേട്ടോ. മൈക്രോ പ്രോസസേഴ്സ്, തൗസൻഡ്സ് ഓഫ് IC സർക്യൂട്ട്സ് ഓൺ എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസേഴ്സ് ആണ്. മൈക്രോ പ്രോസസേഴ്സ് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം വർക്ക് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സറുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഈ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്? തൗസൻഡ്സ് ഓഫ് IC സർക്യൂട്ട്സ് ഓൺ എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിനകത്ത് ആയിരക്കണക്കിന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നീതിട്ടുണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിംഗിൾ ചിപ്പിന്റെ അടിസ്ഥാനത്തിൽ, വളരെ ചെറിയ സൈസിലുള്ള ആ ഒരു ചിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. മൈക്രോ പ്രോസസറിന്റെ സൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ചെറിയ സൈസാണ്. അപ്പോൾ വളരെ വലിയ വലിയ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന കുഞ്ഞ് ഡിവൈസ് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിന്റെ സൈസും എന്ത് ചെയ്തു? വളരെ ചെറുതായി വന്നു കേട്ടോ. ഈ മൈക്രോ പ്രോസസറിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് കമ്പ്യൂട്ടറിന്റെ സൈസ് ചുരുങ്ങി ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയി മാറിയത്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ ടെക്നോളജി ഇത്രയും വളരാൻ കാരണം എന്താണ്? മൈക്രോ പ്രോസസറിന്റെ വരവാണ് കേട്ടോ. അതായത് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ഒരു ചെറിയ ഡിവൈസ് മതിയാകും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ സൈസ് ഒരുപാട് ചെറുതായത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Used for very large scale integration, VLSI, and later ULSI, ultra large scale integration. Then introduction of semiconductor memory, RAM-ROM. ഈ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ് സെമി കണ്ടക്ടർ മെമ്മറി എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, റോം, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? ഈ ഒരു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കീബോർഡ്, മൗസ്, സ്കാനർ ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കറും ആയിരുന്നു കേട്ടോ. ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ട്, ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. Then very small size desktop and portable devices, very high processing speed, low cost and affordable, highly reliable and efficient. ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഈ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിലാണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ഇമാജിനൽ റെപ്രസെന്റേഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു കമാൻഡ് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് GUI അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. യൂസ് ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ജാവ, പൈതോൺ പോലുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നമ്മൾ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നു. നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇന്റൽ 4004 ഫസ്റ്റ് മൈക്രോ പ്രോസസർ ആണ്. IBM PC പേഴ്സണൽ കമ്പ്യൂട്ടർ, ആപ്പിൾ മാക്സിൻടോഷ് GUI ബേസ്ഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ, മോഡേൺ ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്. ഇതെല്ലാം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ്. ഈ ഓരോ പോയിന്റും എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് വായിക്കുക. പ്രധാനമായിട്ട് ടെക്നോളജി പഠിക്കുക, ദെൻ ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് വായിച്ച് പഠിക്കുക. ദെൻ നമുക്ക് നേരെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് പോവാം. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരാനായിട്ടുണ്ട് കേട്ടോ. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ്? കമ്പ്യൂട്ടറിന് സ്വയം തീരുമാനമെടുക്കുവാനുള്ള കഴിവ് കേട്ടോ. നമ്മൾ പറയുന്ന നാച്ചുറൽ ലാംഗ്വേജസിനെ മനസ്സിലാക്കി, ഹ്യൂമൻ ലാംഗ്വേജിനെ മനസ്സിലാക്കി സ്വയം തീരുമാനമെടുക്കുവാനുള്ള ഒരു കഴിവ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, AI എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 5th ജനറേഷൻ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? AI ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സാധാരണ 4th ജനറേഷൻ വരെയുള്ള കമ്പ്യൂട്ടറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് എന്ത് ചെയ്യുകയുള്ളൂ, വർക്ക് ചെയ്യുമായിരുന്നുള്ളൂ. എന്നാൽ 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജസിനെ പ്രോസസ് ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വയം തീരുമാനമെടുക്കുവാനായിട്ടുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ 5th ജനറേഷന്റെ വലിയൊരു എക്സ്പ്ലോറേഷൻ ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും. നമ്മളെല്ലാവരും ChatGPT, ജെമിനി പോലുള്ള AI സഹായങ്ങൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജസ് പ്രോസസ് ചെയ്യാൻ കഴിവുള്ള അലക്സ പോലുള്ള ടെക്നോളജീസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 5th ജനറേഷന്റെ ഒരു അതിപ്രസരമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 5th ജനറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയേണ്ടത്, നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഓഗസ്റ്റ് 31 തീയതിയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓഗസ്റ്റ് 31 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12 മണി വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആരും അത്രയൊന്നും കാത്തിരിക്കേണ്ട, നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്തോളൂ, അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച്, 6 മാസത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക. മാത്രമല്ല 3 മാസത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാവും. 3 മാസത്തെ പരീക്ഷ കഴിഞ്ഞാലും വീണ്ടും ഈ ഒരു CSEBയുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷ നടക്കുവാൻ സാധ്യതയുണ്ട്. ഒരു വർഷം 3ഓളം പരീക്ഷകൾ നടക്കുന്ന ഒരു തസ്തിക കൂടിയാണ് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കെല്ലാം വളരെ മികച്ച മാർക്ക് ലഭിക്കുകയുണ്ടായി. അത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ നിങ്ങളും വന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക, മികച്ച രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.